എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ നമ്മളൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ യൂട്യൂബ് ചാനൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ അതിൻ്റെ അടുത്ത സ്റ്റെപ്പല്ല, ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെയാണ്. നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ എന്ത് പേരാണ് ഇടാന്നുള്ളൊരു കൺഫ്യൂഷനിൽ ചിലപ്പോൾ ഒരു വർഷം വരെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാണ്ട് പോണ കുറേ ടൈമുണ്ട് അല്ലേ. നല്ലൊരു പേര്, അതായത് ഇപ്പോൾ ആളുകൾ നമ്മളെങ്ങാനും ഫേമസ് ആയി കഴിഞ്ഞാൽ ഈ പേരിൽ നമ്മൾ അറിയപ്പെടണം എന്നുള്ള രീതിക്കുള്ളൊരു പേര് നമ്മൾ ആദ്യം തന്നെ യൂട്യൂബ് ചാനൽ ഇടാൻ നോക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ആലോചിച്ചിരുന്നപ്പോൾ ഇട്ട പേരാണ് ഹൃഷ്യ എന്നുള്ള പേര്. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ പേര് ഹൃഷ്യ, HRISHYA, ഹൃഷ്യ, ഹൃദയത്തിൻ്റെ അങ്ങനെയാണ് എൻ്റെ പേര്. അപ്പോൾ എൻ്റെ ഈ പേര് കുറച്ച് യുണീക്ക് പേരാണെന്ന് എനിക്കറിയാം. എനിക്ക് ഈ പേരിട്ടത് എൻ്റെ അച്ഛനാണ്. എൻ്റെ ചെറുപ്പം തൊട്ട് ഇപ്പോൾ ഞാനിങ്ങനെ പേരെന്താണെന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ ഹൃഷ്യ എന്ന് പറയുമ്പോൾ ആർക്കൊന്നും മനസ്സിലാവാറില്ല. അവർ ഫസ്റ്റ് തന്നെ ചോദിക്കുമ്പോൾ അവർ എന്ത് ഹൃദയ, ദൃശ്യ അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ പറയും അല്ല, ഹൃഷ്യ, നീ 2 വട്ടം പറയണം. അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ജനിച്ചപ്പോൾ തൊട്ട്, അതായത് എനിക്ക് പേര് പറയാൻ തുടങ്ങിയ ഒരു പ്രായം തൊട്ട് ഇതുവരെയുള്ള ടൈമിൽ ഇത് പേര് ഫസ്റ്റ് തന്നെ മനസ്സിലാക്കണ, എന്താ പറയുക, ചുരുക്കം ചില ആൾക്കാർ മാത്രം ഫസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ ഹൃഷ്യ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു പേര് നമുക്ക് ഇട്ടൂടെ, യൂട്യൂബ് ചാനലിൽ എന്തായാലും ഈ ഒരു പേര് ഇട്ടൂടെ എന്ന് വെച്ചിട്ട് കേട്ട പേരാണ് ഹൃഷ്യ എന്നുള്ളത്. ഇനിയിപ്പോൾ എൻ്റെ പേരിനെ പറ്റിയിട്ട് നമുക്കൊരു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. എൻ്റെ അനിയൻ്റെ പേര് ആദിത്യൻ എന്നാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ പേര് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഹൃഷ്യ എന്ന് പറയും സ്വാഭാവികമായിട്ട്. അപ്പോൾ താഴെയുള്ള കുട്ടിയുടെ പേര് കുറച്ചും കൂടി ഇതിനേക്കാളും വെറൈറ്റി ആയിട്ടുള്ളൊരു പേരായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കുന്നു. അപ്പോൾ എൻ്റെ പേരെന്താ ചോദിക്കുമ്പോൾ ഹൃഷ്യ എന്ന് പറയുമ്പോൾ ഹൃഷ്യ കൊള്ളാലോ, ആരിട്ടി പേര്. ചിലരൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ പേര് ഇങ്ങനത്തെ ഒക്കെ ഒരു സംഭവമാണ്. അനിയൻ്റെ പേരെന്താ ആദിത്യൻ വരുമ്പോൾ എന്താ മൂത്ത ആൾക്ക് ഇങ്ങനെ പേരും രണ്ടാമത്തെ ആൾക്ക് സാധാരണ പേരിട്ടേ ചോദിക്കും. അപ്പം അതിൻ്റെ പിന്നിൽ വേറൊരു കഥയുണ്ട്, അത് ഞാൻ പറയാം. എനിക്ക് പേരിട്ട സമയത്ത് അപ്പം അച്ഛൻ എനിക്ക് വെറൈറ്റി പേരിടണം, കേൾക്കാത്ത പേരിടണം എന്ന് വെച്ചിട്ട് ഒരു സാൻസ്ക്രിറ്റ് ഇതിൽ നിന്ന് കിട്ടിയൊരു പേരാണ് ഹൃഷ്യ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ അർത്ഥം ഞാൻ അന്വേഷിച്ച് പോയപ്പോൾ എനിക്ക് കിട്ടിയ അർത്ഥം സന്തോഷമുള്ളവൾ, ഹാപ്പി ഗേൾ, അങ്ങനെ ഒരു അർത്ഥമാണ്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് ഈ പേര് ഒരു ടൈമിൽ എനിക്ക് ഈ പേര് ഭയങ്കര ദേഷ്യം വരുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞ കാര്യം തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയാമെന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യമുള്ള കാര്യം. അപ്പോൾ വീണ്ടും പറയാമെന്നുള്ളത് 2-3 വട്ടമൊക്കെ കഴിഞ്ഞിട്ടും ആൾക്കാർക്ക് മനസ്സിലായില്ലെങ്കിൽ, അതായത് ഇത് എന്ന് ചോദിച്ചോണ്ട് എനിക്ക് അങ്ങോട്ട് കലി കയറും. അപ്പോൾ ആ ടൈമിലൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. പിന്നെ ഞാനൊരു ദിവസം ഇങ്ങനെ ഇരുന്നപ്പോൾ ഇങ്ങനെ ആലോചിച്ചു, 2000, ഞാൻ ജനിച്ച വർഷം 2000 ആണ്. 2000-ൽ എൻ്റെ അച്ഛൻ എനിക്ക് ഇങ്ങനൊരു പേരിട്ടു, ബ്രില്യൻ്റ് മാൻ. കാരണം ഞാൻ ആലോചിക്കുന്നത് ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിൽ ഇടുന്ന എല്ലാ പേരുകളും അത്യാവശ്യം നല്ലൊരു കിടിലൻ പേരുകളാണ്. അപ്പോൾ ആ ടൈമിൽ അച്ഛൻ എങ്ങനെ ഈ ഒരു പേരിട്ടു, അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു കൊള്ളാലെ അങ്ങനൊരു സംഭവം തോന്നി. കുറച്ച് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഈ പേരിനുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന്, അതായത് എന്തെങ്കിലും നമ്മളെ സർട്ടിഫിക്കറ്റിന് ഒരു പേരിനോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഫോമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫില്ല് ചെയ്യണതിന് മുമ്പ് എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു വിടും, സ്പെല്ലിങ് കറക്റ്റാണോ നോക്കണം. അവർ ചിലപ്പോൾ ദൃശ്യാന്ന് എഴുതും, ചിലപ്പോൾ എഴുതില്ല, അങ്ങനെ എഴുതും ഇങ്ങനെ എഴുതുന്ന പോലെ കുറേ പേടിപ്പിച്ചിട്ട് വിടാം. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ എന്ത് കൊടുക്കുകയാണെങ്കിലും ഞാൻ എൻ്റെ പേര് ഇങ്ങനെയാണ് സ്പെല്ലിങ് എന്നുള്ളത് കുറച്ച് ടൈം എടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളൂ. പിന്നെ ഇതിൻ്റെ വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഞാൻ പുഷ്പാഞ്ജലി, അമ്പലത്തിൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് വളരെ ചുരുക്കമാണ്. കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാലോ, അമ്പലത്തിൽ ചെല്ലുമ്പോൾ പേര് പറയണം, നമ്മുടെ നാള് പറയണം. അത് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന പൂജാരിക്ക് അതൊരു സാധാരണ ഒരു മനുഷ്യജീവിയാണെന്നുള്ളൊരു പരിഗണന അതിന് കൊടുക്കണമല്ലോ. ആൾക്കൊരു പരിധി ഉണ്ടല്ലോ.
ആള് ലാസ്റ്റ് എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ച് ദൃശ്യ എൻ്റെ നക്ഷത്രം ഇങ്ങനെ എഴുതും. ഞാൻ എല്ലാ വട്ടവും പുഷ്പാഞ്ജലി കഴിക്കുന്നത് ഒരു ദൃശ്യക്ക് വേണ്ടിയിട്ടാണ്. ആ ദൃശ്യം ഇപ്പം നന്നായി കാണും, കുഴപ്പമില്ല. ലാസ്റ്റ് ഞാൻ ഈ പരിപാടി നിർത്തി. എന്തിനാ വെറുതെ, കുഴപ്പമില്ല, ഞാൻ അവിടെ പോയി പ്രാർത്ഥിക്കണ്ടല്ലോ, വെറുതെ ഇപ്പം അതിൻ്റെ പൈസ കളയണ്ട എന്ന് വെച്ചിട്ട് അപ്പം ആ പരിപാടി ഞാൻ നിർത്തി. അതാണ് അതിൻ്റെ വേറൊരു വശം. അപ്പോൾ നമ്മുടെ പേരിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ കുറേ കഥകളുണ്ട്. കഥകൾ ഇനിയും വന്നുകൊണ്ടിരിക്കുമെന്ന് എനിക്കറിയാം. കാരണം പ്രായമായവരെ ഞാൻ റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ പേര് ഞാനിങ്ങനെ ആദ്യം പറയുമ്പോൾ തന്നെ ഇങ്ങനെ പറഞ്ഞു വയ്ക്കും. കുറച്ച് ബുദ്ധിമുട്ടുള്ള പേരാണ്, ഹൃഷ്യ അങ്ങനെ പറഞ്ഞ് നേരത്തെ മുൻകൂർ ജാമ്യം എടുത്തിട്ടാണ് പറയാറ്. കാരണം പല്ലൊക്കെ തെറിച്ച് പോയാൽ അറിയാലോ. ഇപ്പോഴത്തെ എൻ്റെ ടെൻഷൻ എന്ന് പറയുന്നത് ഈ ഭാവിയിൽ എനിക്ക് കുട്ടികൾ ഉണ്ടാവുമ്പോൾ, ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ, കുറേ വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഉണ്ടാവുമ്പോൾ അവരെങ്ങനെ എൻ്റെ പേര് പറയും, അവരതിനെങ്ങനെയായിരിക്കും ഉച്ചരിക്കുക, അതൊക്കെ ആലോചിച്ചിട്ടാണ് എനിക്കിപ്പോഴുള്ള ടെൻഷൻ എന്ന് പറയുന്നത്. വേറെ ഒന്നും ആലോചിക്കാനില്ല. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ വേറെ കഥയായിട്ട് വരും. കുറേ കഥകളുണ്ട് നമുക്ക് പറയാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.